നിലവരെ ബി ജെ പിയെ സംരക്ഷിക്കാൻ നിന്നയാൾ സ്വന്തമായൊരു പാത വെട്ടിത്തെളിക്കുന്നു എങ്കിൽ തനിക്ക് ഒരു ഇടമുണ്ട് എന്ന് അദ്ദേഹം കാണുന്നു. അണ്ണാമലൈ പറയുന്നു, ഞാനൊരു ബ്രാൻഡാണ്, വിജയ് ഒരു ബ്രാൻഡാണ്. അതേസമയം സ്റ്റാലിൻ ആ രീതിയിൽ ബ്രാൻഡല്ല, DMKയുടെ ബ്രാൻഡിന്റെ ഒരു പ്രയോജകൻ മാത്രമാണ്. പൊന്മുട്ടയിടുന്ന താറാവിനെ ഞെക്കിക്കൊന്നാലും പറത്തിവിട്ടാലും കറി വെച്ചാലും നഷ്ടം അത് കൈവശം ഇരുന്ന വ്യക്തിക്കാണ്. ഈ ദേശീയ കക്ഷികൾ നടത്തുന്ന ഒരു എളുപ്പപ്പണിയുണ്ട്, അത് പിഗ്ഗി ബാക്ക് റൈഡിംഗ് എന്ന് പറയും. അണ്ണാമലയും പറയേണ്ടി വരും, വാട്ട് ഈസ് ഐഡിയോളജി. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. അണ്ണാമലൈ BJP വിടുകയാണ്. BJP തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷനായിരുന്ന അണ്ണാമലൈ അവരുടെ പാർട്ടിക്ക് ആ സംസ്ഥാനത്ത് നൽകിയ കരുത്ത് ചില്ലറയല്ല. ഇതിനിടയിലാണ് ഔചാരികമായിട്ടുള്ള ചില നീക്കുപോക്കുകൾ AIADMKയുമായി BJP നടത്തുന്നതും AIADMK നേതൃത്വത്തിൻ്റെ താൽപ്പര്യപ്രകാരം അണ്ണാമലയെ സൈഡ് ലൈൻ ചെയ്യുന്നതും. തുടർന്ന് നിരാശനായ അണ്ണാമലൈ BJP വിടുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൗഹാർദ്ദത്തോടെ പാർട്ടി വിടുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇനി അങ്ങോട്ട് എന്തായിരിക്കും അണ്ണാമലയുടെ നീക്കങ്ങൾ? അദ്ദേഹം മറ്റൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതല്ല, അദ്ദേഹം സന്നദ്ധ പ്രവർത്തകനായി തുടരും എന്നും സൂചനയുണ്ട്. എന്തായാലും അണ്ണാമലൈ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് നഷ്ടപ്പെടുത്തിയതിലൂടെ BJP കാണിച്ച വലിയ മണ്ടത്തരമാണ്. പരിശോധിക്കാം നമുക്ക്. നമ്മുടെ ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. സ്ട്രേറ്റ് ടു ദ ക്വസ്റ്റ്യൻ, BJP മണ്ടത്തരമല്ലേ കാണിച്ചത് എന്നുള്ളതാണ് ഒരു സാധാരണക്കാരൻ്റെ മനസ്സിലൂടെ ചിന്തിക്കുമ്പോൾ തോന്നുന്നത്. എന്താണ് അങ്ങയുടെ അഭിപ്രായം? പൊന്മുട്ടയിടുന്ന താറാവിനെ ഞെക്കിക്കൊന്നാലും പറത്തിവിട്ടാലും കറി വെച്ചാലും നഷ്ടം അത് കൈവശം ഇരുന്ന വ്യക്തിക്കാണ്. അതെ. ഇനി അണ്ണാമല പൊന്മുട്ടയിടുന്ന താറാവാണോ എന്ന് ചോദിച്ചാൽ ആയിരുന്നു എന്നുകൂടി പറയേണ്ടി വരും. കാരണം BJPക്ക് തമിഴ്നാടിൽ സാമാന്യം നല്ല ഒരു അസ്തിത്വം ചുരുങ്ങിയ കാലം കൊണ്ട് ഉണ്ടാക്കി കൊടുത്തതിൽ അക്ഷീണം പ്രയത്നിച്ച ആളാണ് സിവിൽ സർവീസിൽ നിന്ന് വന്ന IPSകാരനായ അണ്ണാമലൈ. അതെ. തമിഴ്നാടിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് ഏറെ ആൾക്കൂട്ടത്തെ ആകർഷിച്ച ഒരാളാണ്. ഈ താരമൂല്യമുള്ള ആളുകൾ വേണ്ടേ? തമിഴിശായി ശെൽവി ഇറങ്ങിയാൽ താരമൂല്യം ഉണ്ടാകുമോ? അല്ലെങ്കിൽ BJPയുടെ ഏത് നേതാവ് തമിഴ്നാട്ടിൽ ഇറങ്ങിയാൽ ആള് കൂടും? അണ്ണാമലയെ കേൾക്കാൻ ആള് കൂടും. നല്ല ഒന്നാന്തരം പ്രാസംഗികൻ, ചൊടലുമായ നീക്കങ്ങൾ, എന്തെവിടെ പറയണമെന്ന് നന്നായി അറിയാം. പിന്നെ ഹിസ്റ്ററിയോണിക്സ് ആണെങ്കിൽ അതിനപ്പുറം പറഞ്ഞാൽ നാടകീയതയ്ക്കൊക്കെ പേര് കേട്ടയാളാണ്. ഇങ്ങനെ ഒരാളെ മുന്നിൽ നിർത്തി ഏറെ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് BJP വിചാരിച്ചത്. പക്ഷേ മറ്റു ചില സമ്മർദ്ദങ്ങൾ, പാർട്ടിക്കുള്ളിൽ നിന്നും പുറത്തു നിന്നും സംഭവിച്ച ചില സമ്മർദ്ദങ്ങൾ കാരണം അണ്ണാമലയെ ഈസ് ഔട്ട് ചെയ്യേണ്ടി വന്നു പാർട്ടി നേതൃത്വത്തിൽ നിന്നും. എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല, BJP സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ നിന്നും അണ്ണാമലയെ അൺസെറിമോണിയസ് ആയി മാറ്റി നിർത്തി. എന്നിട്ട് കാര്യമായ വേണമെങ്കിൽ ഒരു നിയമസഭാ സീറ്റിൽ മത്സരിച്ചോളൂ, ഇതാണ് പറയുന്നത്. അദ്ദേഹത്തിന് പറഞ്ഞു വേണ്ട. അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ കാര്യമായി 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കാര്യമായി സഹകരിച്ചില്ല. BJPക്ക് ആകെ ലഭിച്ച ഒരു സീറ്റാണ്. അണ്ണാ DMK ബാന്ധവം, അത് ശരിയാവില്ല. ദ്രാവിഡ കക്ഷിയാണ് അണ്ണാ DMKയും ദ്രാവിഡ കക്ഷിയാണ്, അണ്ണാ DMKയും ദ്രാവിഡ കക്ഷിയാണ്. ദ്രാവിഡ രാഷ്ട്രീയം BJPക്ക് ചേരില്ല. പുതിയൊരു പന്ഥാവ് തോറ്റുപോയേക്കാം, പക്ഷെ ഒറ്റയ്ക്ക് നിന്ന് ഒരു 10% വോട്ട് ഷെയർ വരെ നേടിയെടുക്കാൻ കഴിഞ്ഞാൽ അതൊരു അസ്തിത്വമാണ്. കേരളത്തിൽ BJPക്ക് 14.8% വോട്ട് ഷെയർ ഇല്ലേ? 20 പ്രതീക്ഷിച്ചു, പക്ഷേ 14. പക്ഷേ ആ 14 BJPയുടെ വോട്ടാണ്, BJPയുടെ സഖ്യകക്ഷികളുടെയും. പക്ഷേ BJPയുടെ കോർ വോട്ട് സ്ട്രെങ്ത് ആണ്, അത്രയും ഉണ്ട്. അത് തീരെ ചെറിയ നമ്പർ അല്ല. അതൊരു ത്രഷോൾഡ് ആകണമെങ്കിൽ 25-30% വരണം, എങ്കിൽ മാത്രമേ സീറ്റുകളായിട്ട് മാറുന്നുള്ളൂ. പക്ഷേ അതൊരു സാന്നിധ്യമാണ്. പക്ഷേ അത് തമിഴ്നാട്ടിലില്ല. കേവലം 2.9% വോട്ട് മാത്രമാണ് BJPക്ക് അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകവുമായി സഖ്യത്തിൽ മത്സരിച്ച് ലഭിച്ചത്. അണ്ണാ DMKയുടെ 21% വോട്ട് ഷെയർ. രണ്ടും കൂടെ ചേർന്നാണ്. അപ്പം നമുക്ക് കൃത്യമറിയില്ല BJPക്ക് മാത്രമുള്ള വോട്ട് ഷെയർ എത്രയാണെന്ന് അറിയില്ല. പക്ഷെ ഇവിടെ അണ്ണാമലയെ മാറ്റി നിർത്തി DMKയുടെ കൂടി ചിന്തയാണ്, ADMKയുടെ ചിന്തയാണ്. ഒരു വനത്തിൽ പല സിംഹങ്ങൾ വാഴണ്ട എന്ന് എടപ്പാടി കൽപ്പിച്ചു. അപ്പൊ എടപ്പാടി പളനിസ്വാമിയുടെ ജൂനിയർ പാർട്ട്ണറായിട്ട് നിൽക്കാൻ BJP വിധിക്കപ്പെട്ടപ്പോൾ
ചില താൽക്കാലിക ലാഭങ്ങളാണ് നോക്കിയത്. പക്ഷെ അങ്ങനെ നോക്കിയാൽ ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ വളരാൻ ബുദ്ധിമുട്ടാണ്. അവിടെയാണ് അണ്ണാമല പറഞ്ഞു, ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞാൻ അധികപ്പറ്റായി മാറിയിരിക്കുന്നു. അങ്ങനെ തെളിച്ചല്ല പറയുന്നത്, ആ സെൻസിലാണ് സംസാരിക്കുന്നത്. അതെ. അവിടെ ഈ ബി ജെ പിയുടെ ഒരു മേലങ്കി അണിഞ്ഞുകൊണ്ട് തമിഴ്നാട് ഹൃദയത്തിലേക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ട് വരുന്നു. പക്ഷേ അണ്ണാമലയ്ക്ക് കിട്ടിയ ജൈവികമായ പിന്തുണ അത് വോട്ടാക്കി മാറ്റാൻ അണ്ണാമലെ സീസ് എ പൊളിറ്റിക്കൽ വാക്യൂം ഇൻ തമിഴ്നാട്. വിജയ് ജനകീയനായി വളർന്നു വരുന്നു. ഇപ്പോൾ ഡി എം കെ താഴേക്കുള്ള വഴിയിലാണ്, എ ഡി എം കെയും താഴേക്കുള്ള പതനത്തിലാണ്. അങ്ങനെയെങ്കിൽ വിജയ് പാർട്ടിക്ക് ബദലായി ഒരു പാർട്ടി തൻ്റെ നേതൃത്വത്തിൽ വന്നാലോ എന്ന ആലോചന ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. അതിനുള്ള അങ്ങനെ space അദ്ദേഹം വലുതാണ്. അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇപ്പോഴും ബി ജെ പിയിൽ നമുക്കറിയില്ല, ഇപ്പം ലേറ്റസ്റ്റ് നീക്കം ഇപ്പോൾ ഈ ഒരു സംസാരം പ്രേക്ഷകരിലേക്ക് എത്തുന്ന സമയത്ത് ഒരുപക്ഷെ ചിലത് സംഭവിച്ചിരിക്കാം. അതെ. അണ്ണാമല ഒരുപക്ഷെ ബി ജെ പിയിൽ തുടരാൻ തീരുമാനിച്ചേക്കാം. ബി ജെ പി അധ്യക്ഷൻ നിതിൻ നബീന് ഡൽഹിയിൽ ചെന്ന് രാജിക്കത്ത് കൊടുത്തു എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. അതെ. അത് ശരിയാണെങ്കിൽ ആ രാജിക്കത്ത് അംഗീകരിക്കപ്പെടണം, എങ്കിലേ അത് രാജിയാവൂ. അതെ. ഇപ്പോൾ ഇതുവരെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അംഗീകരിക്കപ്പെട്ടില്ല. ഒരുപക്ഷെ ഇതൊരു തന്ത്രമാകാം. ബി ജെ പിയിൽ തഴയപ്പെട്ടതിൻ്റെ ഒരു നിരാശ പ്രകടിപ്പിക്കുകയും അതിൽ നിന്നുകൊണ്ട് അരുത് മകനെ പോകരുത്, പോകരുത്, അല്ലേ, പോകരുത് അച്ഛാ പോകരുത്, അയ്യോ അച്ഛാ പോലെ. അയ്യോ അച്ഛാ പോകല്ലേ എന്ന് ബി ജെ പി പറയുമോ എന്നാണ്. ഒരുപക്ഷെ അങ്ങനെയാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ പോകരുത്, ക്ഷമിക്കൂ, നമുക്ക് പരിഹരിക്കാം, പ്രശ്നമുണ്ടെങ്കിൽ പരിഹരിക്കാം. പക്ഷെ പരിഹാരം എന്താണ്? വീണ്ടും ബി ജെ പിയുടെ അധ്യക്ഷനാക്കുക എന്നതാണോ? അതോ രാജ്യസഭാ സീറ്റാണ് ഓഫർ ചെയ്യപ്പെടുന്നത്. അത് അദ്ദേഹം നിരസിച്ചു. അത് നിരസിച്ചു. അപ്പോൾ രാജ്യസഭാ സീറ്റിൽ അപ്പം നമ്മളൊരു ഇരയിട്ടാൽ കൊത്താൻ തയ്യാറാകുന്ന മീനിനെ അല്ലേ പിടിക്കാൻ പറ്റൂ. കറക്റ്റ്. ഈ ഇരയിട്ടാൽ കൊത്തുന്നില്ലെങ്കിൽ മീൻ അവിടെ നിൽക്കത്തേ ഉള്ളൂ. പിന്നെ ഒറ്റാൽ കമത്തി പിടിക്കാൻ നോക്കുക, അതൊന്നും ചാടിപ്പോകും. അപ്പം അങ്ങനെയൊന്നും പിടിക്കാനാവില്ല. അവിടെ അണ്ണാമല ഒരു സാധ്യത കണ്ടെത്തി ഒരുപക്ഷെ സംസ്ഥാന വ്യാപകമായി ഇദ്ദേഹത്തിൻ്റെ ഇയക്കം അവിടുത്തെ ഒരു രീതിയാണല്ലോ. ഇയക്കമാണ് വഴക്കം തമിഴ്നാട്ടിലെ. അതായത് ഇത് വിജയ് മക്കൾ ഇയക്കം ഫാൻ ക്ലബ്ബാണ്. അതെ. അതുപോലെ അണ്ണാമലയ്ക്കും ഒരു ഫാൻ ക്ലബ് ഉണ്ട് എന്നാണ്. ഉണ്ടെന്നല്ല, അത് ഉരുത്തിരിഞ്ഞു വരുന്നു. 5 വർഷം കഴിഞ്ഞാലേ തിരഞ്ഞെടുപ്പുള്ളൂ. അതുകൊണ്ട് മക്കൾ ശക്തി ഇയക്കം ഓക്കെ. ഇതുമായി മുന്നോട്ട് പോകും. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ എന്നാണ് പൊതുവെ മനസ്സിലാക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഇതൊരു ഫാൻ ക്ലബ്ബുകൾ ഒരു 1, 2, 3 വർഷം മുന്നോട്ട് പോവുകയും ടെസ്റ്റിംഗ് വോട്ടേഴ്സ്, അതിനുശേഷം വേണ്ടി വന്നാൽ രജിസ്റ്റേർഡ് പാർട്ടി മാറിയാൽ മതിയല്ലോ. വിജയ് അങ്ങനല്ലേ, 1, 2, 10, 15 വർഷമായി ഈ ഇയക്കവുമായിട്ട് നടക്കുന്നു. ഈ ഫാൻ ക്ലബ്ബുകൾ ഓരോ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നു, ക്ഷേമ കാര്യങ്ങൾ ചെയ്യുന്നു. അതൊരു പാർട്ടിയായിട്ടൊക്കെ മാറി ഭരണത്തിലുമെത്തി ആദ്യ തെരഞ്ഞെടുപ്പിൽ. അപ്പം എനിക്ക് തോന്നുന്നത് ഇതം പ്രഥമമായിട്ട് MGRനോ ജയലളിതയ്ക്കോ പോലും അതില്ല. അവർ ഉണ്ടായിരുന്നൊരു പാർട്ടിയിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ് ചെയ്തത്. ഇദ്ദേഹം ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കി. കമൽഹാസൻ പരാജയപ്പെട്ടെടുത്ത്, രജനികാന്ത് പേടിച്ച് പിന്മാറിയെടുത്ത്, കലപ്പയ്ക്ക് കൈവച്ചിട്ട് പിന്മാറിയെടുത്ത്, ആകപ്പാടെയുള്ള ഒരേ ഒരു സാമ്യം NT രാമറാവു ഈ യാത്രയൊക്കെ നടത്തി, രഥയാത്രയൊക്കെ നടത്തി ആന്ധ്രയിൽ അന്ന് 1983 ഭരണം പിടിച്ചതിന് സമാനമായ രീതിയിൽ ഒരു വാക്യൂം, ഒരു അവസരം കണ്ടെത്തി വിജയ് നേടി. പ്രതിപക്ഷ സ്പേസും കണ്ടു ഇദ്ദേഹം, അണ്ണാമലൈ. അപ്പോൾ ഒരു പ്രതിപക്ഷ സ്പേസാണ് ഇപ്പോൾ. ആദ്യം വിജയനെ ഒന്ന് പിന്തുണച്ചു, കുറച്ച് സമയത്തേക്ക് വിജയനെ ഒന്ന് പിന്തുണച്ചു. ഇപ്പോൾ ഇതാ വിജയനെ വിമർശിച്ചുകൊണ്ട് കഴിഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് ട്വീറ്റുകൾ കാണുന്നത്, അണ്ണാമലയുടെ ഭാഗത്തുനിന്ന് കാണുന്നത്, വിജയനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട്, ഗവൺമെൻറ് വിമർശിച്ചുകൊണ്ട്, TVK വിമർശിച്ചുകൊണ്ട് രംഗപ്രവേശം ചെയ്യുന്നു. അപ്പം അതിനർത്ഥം ഹി ലുക്കിംഗ് ഫോർ എ പൊളിറ്റിക്കൽ സ്പേസ് ഫോർ ഹിംസെൽഫ്. അത് BJPക്ക് ഉള്ളിലാവുമോ പുറത്താവുമോ എന്നത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ എൻ്റെ ഒരു സംശയം, എനിക്ക് തോന്നുന്നു BJP ദേശീയ നേതൃത്വം ചിന്തിച്ചിട്ടുണ്ടാവുക എന്നും തമിഴ്നാട്ടിൽ ഒരു പ്രാദേശിക പാർട്ടിയുടെ കൈപിടിച്ച് അവരുടെ 2ാം നിരക്കാരനായി ദേശീയ പാർട്ടികൾ അവിടെ അധികാരത്തിലേക്ക് പോകുന്നൊരു കാഴ്ച. അതാണ് കോൺഗ്രസ് ഇത്രയും നാൾ ശ്രമിച്ചിട്ട് സാധിച്ചിട്ടില്ല. അവർ ഇങ്ങനെ അവിടെ സഖ്യത്തിലൂടെ വളരാനുള്ളൊരു ശ്രമമാണ് അവർ നടത്തിയത്. എന്തെന്നാൽ തമിഴ്നാട്ടിലൊരു പ്രത്യേക സംസ്കാരമാണല്ലോ. അവർ ഹിന്ദി സംസ്കാരത്തെ അവർ ഒരു കാരണവശാലും വെൽക്കം ചെയ്യില്ല. ഹിന്ദു, ഹിന്ദുസ്ഥാനി, ഈ 3 കാര്യങ്ങളാണ് അവർ പറയുന്നത്. അപ്പോൾ തമിഴ്നാട് ബേസിക്കലി ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമാണെങ്കിൽ അവർ പറയുന്ന ഹിന്ദു മറ്റൊരു അർത്ഥത്തിലാണ്. അതെ അതെ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംസ്കാരമുള്ള നാടായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ AIADMKയുടെ കൂട്ടുപിടിച്ച് പോകാൻ ശ്രമിച്ചത്. പക്ഷേ അവിടെയാണ് ഈ നേതാക്കളുടെ സ്റ്റേച്ചറും അതുപോലെ തന്നെ അണ്ണാമലയുടെ ഇമേജും തമ്മിൽ തുലനം ചെയ്യുന്നതിൽ BJP നേതൃത്വം പരാജയപ്പെട്ടു പോയത് അവിടെയാണ്. മാറ്റം ആഗ്രഹിക്കുന്ന തമിഴർക്ക്
മാറ്റത്തിന് വേണ്ടി വിജയിന് വോട്ട് ചെയ്യേണ്ടി വന്നു. വിജയിന് വോട്ട് ചെയ്യേണ്ടി വന്നതിന് പകരം അണ്ണാമല നേരത്തെ ഈ ഇറക്കം ഇറങ്ങിയിരുന്നെങ്കിൽ അണ്ണാമലയ്ക്ക് ഇതിനോടകം തന്നെ ഒരു സ്പേസ് കണ്ടെത്താമായിരുന്നു. അതെ, ബിജെപിക്കുള്ളിൽ നിന്നുകൊണ്ട് കണ്ടെത്താനാവില്ല അതെ. എന്നാണ് പറയപ്പെടുന്നത്. അറിയില്ല അതെന്താണെന്നുള്ളത്. പക്ഷെ ഇവിടെ ഈ ദേശീയ കക്ഷികൾ നടത്തുന്ന ഒരു എളുപ്പപ്പണിയുണ്ട്. അത് പിഗ്ഗി ബാക്ക് റൈഡിങ് എന്ന് പറയും. ഇത് ഇതിന്റെ മുതുകത്ത് കയറി അങ്ങ് പോവുകയാണ്. അപ്പൊ അണ്ണാ ഡി എം കെക്ക് ഒരു അഷ്വേർഡ് വോട്ട് ബാങ്ക് ഉണ്ടല്ലോ. ചില സമുദായങ്ങൾ, പിന്നെ നേതാവ് ജയലളിതയുടെ ഒരു മാസ്മരമായ ശക്തി, പിന്നെ അവശേഷിക്കുന്ന അണികൾ ഡി എം കെക്കുണ്ട്. കൃത്യമായ കേഡർ സംവിധാനമുള്ള പാർട്ടിയാണ് ഡി എം കെ. പിന്നെ കരുണാനിധി കാലഘട്ടം മുതലുള്ള, സ്റ്റാലിൻ കാലഘട്ടം മുതലുള്ള നേതൃത്വത്തിന്റെ ഇതെല്ലാം ഉണ്ട്, അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അപ്പം അവിടെ കോൺഗ്രസ് ഡി എം കെയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായ കുറെ സീറ്റുകൾ കിട്ടും. 5 സീറ്റുകൾ കിട്ടി. അത് വിജയനോട് ചേർന്ന് നിന്നുകൊണ്ടല്ലോ, ഡി എം കെയോട് ചേർന്ന് നിന്നുകൊണ്ടാണ്. പക്ഷെ ഭരണത്തിലെത്താൻ കഴിഞ്ഞില്ല. സൗകര്യപൂർവ്വം കോൺഗ്രസ് അങ്ങോട്ട്. അതാണ് പൊളിറ്റിക്സ്. ധാർമ്മികതയൊന്നുമില്ല. രാഷ്ട്രീയത്തിൽ അവസരം കണ്ടു, അതനുസരിച്ച് വാദിച്ചു. അതിന്റെ പേര് അവസരവാദം എന്നല്ലേ. അത് അവസരവാദമാണ്. അത് കറക്റ്റ്. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് ആവശ്യമായിരുന്നു. ഒരു പക്ഷേ ന്യായവും ധർമ്മവും നീതിയും ഒക്കെ പറഞ്ഞിരുന്നാൽ അതൊക്കെ പറഞ്ഞിരുന്നിട്ട് ഒരിടത്തും എത്തിയില്ലല്ലോ. അതുകൊണ്ട് പ്രായോഗിക രാഷ്ട്രീയം. ഇവിടെ അണ്ണാമലയും അത് തന്നെയാണ് പറയുന്നത്. ഇന്നലെ വരെ ബി ജെ പിയെ സംരക്ഷിക്കാൻ നിന്നയാൾ സ്വന്തമായ ഒരു പാത വെട്ടിത്തെളിക്കുന്നു എങ്കിൽ തനിക്ക് ഒരു ഇടമുണ്ട് എന്ന് അദ്ദേഹം കാണുന്നു. അദ്ദേഹം കണ്ട കാര്യം ഇതാണ്. തൻ്റെ കെയർ ഓഫിലാണ് ബി ജെ പി ഇത്രയും നേട്ടമുണ്ടാക്കിയത്. തന്നെ മാറ്റി നിർത്തി ബി ജെ പി ഇപ്പോൾ ഡി എം കെയോടൊപ്പം ചേരുന്നു. എന്നിട്ട് എന്തായി? 8 നിലയിൽ പൊട്ടിയില്ലേ? ഒരു സീറ്റ് കിട്ടി. ബി ജെ പിക്ക് ഒരു സീറ്റാണ് കിട്ടിയത്. പക്ഷെ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പേ അത് പറഞ്ഞിരുന്നു. അതായത് ജനങ്ങൾ AIADMKയും DMKയും വെറുത്തു കഴിഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ അത് ചെവിക്കൊള്ളാൻ, അല്ലെങ്കിൽ അതൊരു എടുക്കുവാൻ, അതിന് വാല്യൂ കൊടുക്കുവാൻ BJP കേന്ദ്ര നേതൃത്വം തയ്യാറായില്ല. അതിൻ്റെ ഒരു വിലയാണ് ഇപ്പോൾ ഇതിനകത്തൊരു ഒരു പാർട്ടിക്ക്, ബി ജെ പി പോലൊരു പാർട്ടിക്ക് ഈ ബംഗാളിൽ ജയിക്കാൻ പറ്റി. അത് ധൈര്യപൂർവ്വം ഇറങ്ങിയതുകൊണ്ട് മമതയെ നേർക്കുനേർ നിന്ന് സുവേന്ദു അധികാരി വെല്ലുവിളിച്ചു. മമതയുടെ തട്ടകത്തിൽ പോയി മത്സരിച്ച് മമതയെ പരാജയപ്പെടുത്തി. അല്ലേ? മമത ഇദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ വന്ന് സ്വയം പരാജയപ്പെട്ടു പോയി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. ഇത് തിരിച്ചു ചെന്ന് പരാജയപ്പെടുത്തുകയാണ്. അത് ഫൈറ്റിംഗ് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. അത് എവിടെ കിടക്കുന്നു? ഇപ്പൊ ഇത് ഞാനും മുതലയച്ഛനും കൂടെ ചേർന്ന് അങ്ങ് റെഡിയാക്കാം. ഈ മുതലയച്ഛൻ എന്ന് പറയുന്നത് ADMK ആണ്. ഈ മുതലയച്ഛന്റെ ബലത്തിൽ ഞാൻ എത്ര കാലം മുന്നോട്ട് പോകും? ഓരോ ബി ജെ പിക്കാരും തമിഴ്നാട് ചോദിക്കേണ്ട ഒരു കാര്യമല്ലേ? അപ്പൊ ഈ ഒരു വാദമാണ് അണ്ണാമല പറഞ്ഞു, എനിക്ക് അവസരം തരൂ, ഞാൻ നയിക്കാം, ജയിക്കില്ലായിരിക്കാം, പക്ഷെ അടിത്തറ ഭദ്രമാക്കാം. അപ്പൊ കഠിനമായ പ്രയത്നത്തിലൂടെ അടിത്തറ വിപുലീകരിച്ച്, സ്വന്തം അടിത്തറ വിപുലീകരിച്ച് ഒരു ഓൾട്ടർനേറ്റീവ് ആകാൻ ഒരു അവസരം കേന്ദ്ര നേതൃത്വം അണ്ണാമലയ്ക്ക് തന്നില്ല എന്ന പരിഭവമാകണം ഒരുപക്ഷെ ഇപ്പോഴുള്ള തീരുമാനത്തിന് പിന്നിൽ. അത് എനിക്ക് തോന്നില്ല ആത്യന്തികമായി പുറത്തുപോയി ഒരു പാർട്ടി ഉടനെ കൊണ്ടാക്കുമെന്ന് തോന്നുന്നില്ല. ഇതൊരു വിലപേശൽ തന്ത്രമാകാനുള്ള നല്ല സാധ്യതയുണ്ട്. ഒന്നുകിൽ ഒരു പാർട്ടി സാധ്യത അദ്ദേഹം കാണുന്നു, അല്ല എങ്കിൽ BJPക്ക് ഉള്ളിൽ മെച്ചപ്പെട്ട അവസരങ്ങൾ അദ്ദേഹം കാണുന്നു. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നടക്കും. പക്ഷെ DMK ബാന്ധവത്തിൽ ഇദ്ദേഹത്തെ വെച്ച്, അണ്ണാമലയെ വെച്ച്, കോമൺ ഫാക്ടർ അണ്ണാമലയിലും അണ്ണായുണ്ട്, DMKയിലും അണ്ണായുണ്ട്. അതല്ലാതെ അവർ തമ്മിൽ ചേരില്ല. ഇത് രണ്ടും കൂടെ ചേരില്ല. മോരും മുതിരയും പോലെ ആയിരിക്കും. അതുകൊണ്ടാണ് അണ്ണാമലൈ പറയുന്നു, ഞാനൊരു ബ്രാൻഡാണ്, വിജയ് ഒരു ബ്രാൻഡാണ്. അതേസമയം സ്റ്റാലിൻ ആ രീതിയിൽ ബ്രാൻഡല്ല, DMKയുടെ ബ്രാൻഡിന്റെ ഒരു പ്രയോജകൻ മാത്രമാണ്. അപ്പം ഇവിടെ ബ്രാൻഡാണ്. അപ്പോൾ ഒരു ബ്രാൻഡായി, പ്രതിപക്ഷ ബ്രാൻഡായി ഡെവലപ്പ് ചെയ്യാൻ എനിക്കിപ്പോൾ സാധിക്കും. പ്രായം അനുകൂലമാണ്. സിവിൽ സർവീസ് ചെയ്ത് മാറി നിന്നില്ലേ? അപ്പോൾ സമയമുണ്ട്, സാഹചര്യമുണ്ട്, ഒരു പ്രതിച്ഛായയുണ്ട് അദ്ദേഹത്തിന്, ഇല്ലേ? ഒരു ശോഭിക്കുന്ന യുവത്വം, ഒരു സാമാന്യം യങ്ങാണ്. അപ്പോൾ അങ്ങനെ ഒരു പുതിയ പരീക്ഷണത്തിന് തമിഴ്നാട് രാഷ്ട്രീയം ഇളക്കി മറിയുകയാണ് യഥാർത്ഥത്തിൽ. ഒരു എത്തും പിടിയും കിട്ടാത്ത രീതി. നമുക്കിപ്പോൾ തോന്നാം വിജയിച്ചു വരുന്നു എന്ന് നമുക്ക് തോന്നാം. അത് താൽക്കാലിക തോന്നലാണ്. ഇത് വലിയ രാഷ്ട്രീയ പരിചയമൊന്നും ഇല്ലാത്ത ആളാണ് വിജയ്. അറിയപ്പെടുന്ന വലിയ നേതാക്കളൊന്നുമില്ല കൂടെ. എത്രത്തോളം ഗാൽവനൈസ് ചെയ്യും, ഫാൻ ക്ലബ്ബുകളൊക്കെ ഇങ്ങനെ പോകും. പക്ഷെ ഒരു അഴിമതി ആരോപണം വന്നാൽ, നേരത്തെ ഒരു വലിയ സ്റ്റാമ്പീഡ് വന്നപ്പോൾ ഒളിച്ചോടിയ ആളാണ് വിജയ് എന്ന് ഓർക്കണം. അപ്പൊ ഒരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ എത്രത്തോളം ഡയലോഗൊക്കെ വെച്ച് കാച്ചും. നല്ല ഡയലോഗാണ്. കഴിഞ്ഞ ദിവസം തിരുച്ചിറപ്പള്ളിയിലാണെന്ന് തോന്നുന്നു വലിയൊരു യോഗത്തെ അഭിസംബോധന കറക്റ്റ് കിട്ടില്ല ഡയലോഗൊക്കെ കേട്ടു. പക്ഷേ ഈ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതിപ്പോൾ ഹണിമൂൺ പീരീഡ് അല്ലേ? തമിഴ് ജനതയും വിജയും തമ്മിലുള്ള ഒരു ഹണിമൂൺ പീരീഡാണ്. അതൊക്കെ അവസാനിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെന്ന് പറയാറായിട്ടില്ല. ടു ഏർലി ടു കോൾ ദ ഷോട്ട്സ്. യെസ്, തീർച്ചയായിട്ടും. ഏതായാലും തമിഴ്നാട്ടിലൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് തീർച്ചയായിട്ടും ബുദ്ധിമാനായ അണ്ണാമലൈ പ്രയോജനപ്പെടുത്തുമെന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ കരുതേണ്ടത്. കാരണം തമിഴ്നാട്ടിൽ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ BJPക്ക് ഏറ്റവും ശക്തമായ രീതിയിൽ ഒരു അടിത്തറ
ഉഴുതുമറിച്ചിട്ട് കൊടുത്തത് അണ്ണാമലയുടെ പ്രവർത്തനമാണ്, ആ പദയാത്രയാണ്. എന്താ തമിഴ്നാടിൻ്റെ ഊടുവഴികളിലൂടെ അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ സാധിച്ചു, അതിൻ്റെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിച്ചു, തമിഴ് വികാരം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളാണെന്ന് അദ്ദേഹത്തിന് ഉറപ്പ് കൊടുക്കാൻ സാധിച്ചു. അതാണ് എനിക്ക് തോന്നുന്നു അത് ബി ജെ പിയിൽ നിന്നാൽ പറ്റുമോ എന്നാണ് ചോദ്യം. ഇവിടെ ഒരു വലിയ ഒരു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിപ്പം എന്നെ കേൾക്കുന്നവർ ചിലർ ബി ജെ പി അനുകൂലിക്കുന്നവരായിരിക്കാം, ചിലർ ബി ജെ പി എതിർക്കുന്നവരായിരിക്കാം, ചിലർ ന്യൂട്രലായിട്ട് ചിന്തിക്കുന്നവരാകാം. ഏതായാലും ശരി, ഒരു വസ്തുതയുണ്ട്. ഈ തമിഴ് സൈക്യ എന്ന് പറയുന്നത് കർശനമായി ഭാഷ ഓറിയന്റഡ് ആണ്. അതെ. ബി ജെ പിക്ക് ആ സ്പേസിലേക്ക് ഇതുവരെ ആ രീതിയിൽ ഇറങ്ങി നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു കോൺഗ്രസിനും കയറാൻ സാധിക്കാത്തതും അതുകൊണ്ടാണ്. കോൺഗ്രസിനെ തള്ളിക്കളഞ്ഞത് അതുകൊണ്ടാണ്. മറ്റൊരു ഓൾട്ടർനേറ്റീവ് ഇല്ലായിരുന്നുകൊണ്ട് ആദ്യം കാമരാജും ഒക്കെ വന്നു. പക്ഷെ അതിനുശേഷം ദ്രാവിഡ രാഷ്ട്രീയം പിടിമുറുക്കിയുണ്ട്. ദ്രാവിഡം എന്ന് പറയുമ്പോൾ വംശീയത മാത്രമല്ല, ഒരു ഭാഷയാണ്. കലർപ്പില്ലാത്ത ശുദ്ധമായ ദ്രാവിഡ ഭാഷയായ തമിഴ്. അതിൽ അവർ അഭിരമിക്കുന്നു, അഭിമാനിക്കുന്നു. മലയാളിക്ക് ആ രീതിയിലുള്ള അഭിമാനബോധം എത്രത്തോളം തമിഴിന് അത്രയും ഉണ്ടോ എന്നതിന് സംശയമുണ്ട്. ഭാഷയെ സ്നേഹിക്കുന്നു, ശരിയാണ്, പക്ഷെ കുറേയൊക്കെ വഴങ്ങും. തമിഴ്നാട്ടുകാരൻ വഴങ്ങില്ല. അവരെ സംബന്ധിച്ചിടത്തോളം തമിഴ് വാഴ്ത്തുപാട്ട് അതാണ് ആദ്യം അവർ പാടുന്നത്. പലപ്പോഴും അത് വന്ദേ മാതരം ആദ്യം പാടിക്കുക എന്ന് തമിഴിനെ പറയുക എന്ന് പറയുമ്പം അത് വളരെ ബുദ്ധിമുട്ടോടു കൂടിയായിരിക്കും പലരും ചെയ്യുന്നത്. ചിലർ വളരെ ആത്മാർത്ഥമായി ചെയ്യും, ചിലർ ബുദ്ധിമുട്ടോടെ. അതുകൊണ്ട് എങ്ങനെയാണ് ബി ജെ പി തമിഴ്നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നത്? ഒരു ഹിന്ദു എന്ന് പറയുന്ന സവർണ ഹിന്ദു പാർട്ടിയായി ചിലരെങ്കിലും ബി ജെ പിയെ കരുതുന്നു. അല്ലെങ്കിൽ ബ്രാഹ്മണിക്കൽ കാഴ്ചപ്പാടിൻ്റെ അതാണ് ബ്രാഹ്മണിസിസം, ആൻറ്റി ബ്രാഹ്മണിസിസം ആണല്ലോ തമിഴ്നാടിൻ്റെ ദ്രാവിഡ വികാരം. ആൻറ്റി ബ്രാഹ്മണിസിസം, ബ്രാഹ്മിൺസ് നോർത്തിൽ നിന്ന് വന്നവരാണ് അവർ. ദ്രാവിഡ അസ്തിത്വം അവിടെ തന്നെ ഉള്ള തദ്ദേശീയരായ ആളുകളാണ് ദ്രാവിഡ എന്ന് പറയുന്നത്. അപ്പോൾ വൈദേശിക അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള വടക്കു നിന്നുള്ള ശക്തികൾ ഇവിടെ കണ്ണായ സ്ഥലങ്ങൾ കൈവരിക്കുന്നു, കണ്ണായ സ്ഥലങ്ങളിൽ ഇടങ്ങളിൽ അധികാര കസേരകളിൽ എത്തുന്നു. ഇതെല്ലാം തമിഴ് സൈക്യയെ ബാധിക്കുന്ന വിഷയമാണ്. ഇത് അണ്ണാമല മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തമിഴ് ദേശീയ വികാരം ഉയർത്തിപ്പിടിക്കാൻ ഒരു ശ്രമം ബി ജെ പിയിൽ നിന്നാൽ ഒരുപക്ഷെ സാധിക്കാതെ പോകുന്നു എന്നൊരു തിരിച്ചറിവാകാം. ബി ജെ പിക്ക് ബി ജെ പിയുടേതായ രീതിയിൽ ദ്രാവിഡ രാഷ്ട്രീയത്തിന് അതീതമായി വളരാൻ മറ്റൊരു മാർഗം സ്വീകരിക്കാം. പക്ഷേ ഈ പറയുന്ന അണ്ണാമലയ്ക്ക് ഈ ഒരു അസ്തിത്വം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഡി എം കെയുടെ അണികൾ ഒരുപക്ഷെ വരുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടാവാം. അണ്ണാ ഡി എം കെയിൽ നിന്നും പിന്നെ ആകപ്പാടെ ഇനി ഒരു ഭാവിയില്ല എന്ന് വിചാരിക്കുന്നവർ വേറെ ഒരിടത്തും പോകാനില്ല. വിജയ് പാർട്ടിയോടൊക്കെ പോകാൻ താല്പര്യം ഇല്ലാത്തവരുണ്ടാവും. കോൺഗ്രസ് ഒന്നും മുമ്പിലേക്ക് പോയില്ല. ഇടതുപക്ഷമൊക്കെ വളരെ ദുർബലമാണ്. ചില പോക്കറ്റുകളിൽ സ്ട്രെങ്ത് ഉണ്ട്. പിന്നെ ഉള്ളത് ഒരു വലിയ വാക്യൂമാണ്. പിന്നെ മറ്റെല്ലാം ഈ ജാതീയ കക്ഷികളുണ്ട്. സീമാന്റെ കക്ഷിയുണ്ട്, നാം തമിഴർ, അതുപോലെ പാട്ടാളി മക്കൾ കക്ഷി, അതുപോലെ പുതിയ തമിഴകം എന്ന് വേണ്ട ഒരുപാട് DMDK, വൈക്കോയുടെ MDMK അല്ലെ. അപ്പൊ ഇതെല്ലാം പാർട്ടികളാണ്. അപ്പൊ ഈ പാർട്ടികൾ അവരുപോലെ പാർട്ടിയാണ് തമിഴ്നാട്ടിൽ. അതിനോടൊപ്പം യെറ്റ് അനദർ പാർട്ടി എന്ന നിലയിൽ ആണോ കാണേണ്ടത്, അതോ എ പാർട്ടി വിത്ത് എ ഡിഫറൻസ്? വിജയിൻ്റെതുപോലെ എ പാർട്ടി വിത്ത് എ ഡിഫറൻസ്. ഹൗ ഡിഫറെന്റ് ഇറ്റ് ഈസ്, ഡു ദേ ഹാവ് എൻ ഐഡിയോളജി? വിജയിന്റെ പാർട്ടിക്ക് ഒരു ഐഡിയോളജി ഉണ്ടോ എന്നൊരു ചോദ്യം ഇനിയും അഡ്രസ് ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു. എന്താണ് ഐഡിയോളജി? എനിക്കറിയില്ല എപ്പോഴും എന്താണ് വിജയന്റെ ഐഡിയോളജി എന്ന്. അണ്ണാമലയും പറയേണ്ടി വരും വാട്ട് ഈസ് ഐഡിയോളജി. കൃത്യമായ പ്രത്യയശാസ്ത്രം. DMK ഒരു പ്രത്യയശാസ്ത്രം ഉണ്ട്, ദ്രാവിഡ രാഷ്ട്രീയത്തിൽ ഊന്നിയ ഒരു പ്രത്യയശാസ്ത്രമുണ്ട് ഇല്ലേ. വിജയനൊരു പ്രത്യയശാസ്ത്രം ഡെവലപ്പ് ചെയ്തില്ല എങ്കിലും ഈ പടം നോക്കിയാൽ ബാക്ക്ഗ്രൗണ്ടിൽ പെരിയാർ, EVR പെരിയാർ, അതുപോലെ അംബേദ്കർ, BR അംബേദ്കർ, പിന്നെ എല്ലാം ബാക്ക്ഗ്രൗണ്ടിലെ പടങ്ങൾ. അപ്പൊ എന്താണ് വിജയ് പറയാൻ ഉദ്ദേശിക്കുന്നത്? അത് ദ്രാവിഡ രാഷ്ട്രീയമാണോ, അതോ പുതിയ ദ്രാവിഡ രാഷ്ട്രീയമാണോ, അതോ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഈ എന്താ പറയുക 2.0 ദ്രാവിഡ രാഷ്ട്രീയമാണോ, അതോ അതിനുപരിയായ മറ്റെന്തെങ്കിലുമാണോ? അറിയില്ല. ഇപ്പോൾ സമാനമായി അണ്ണാമലയ്ക്ക് പുതിയൊരു ഐഡിയോളജി കൊടുക്കാൻ കഴിഞ്ഞാൽ, അത് ജനഹൃദയത്തിലേക്ക് ഇറക്കാൻ കഴിഞ്ഞാൽ, ആദ്യം ഫാൻ ക്ലബ്ബുകൾ അല്ലെങ്കിൽ ഇയക്കങ്ങൾ അല്ലെങ്കിൽ ചെറിയ ഗ്രൂപ്പുകൾ, ഒരു സാമൂഹ്യ മൂവ്മെന്റ്, ആ മൂവ്മെന്റിനെ 2-3 വർഷം നോക്കി നട്ട് നനച്ച് വളർത്തി പാകമാകുമ്പോൾ പാർട്ടിയാക്കി മാറ്റിയാൽ ആ സ്പേസിലേക്ക് ഇറങ്ങി നിൽക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. യെസ്, തീർച്ചയായിട്ടും. എന്തായാലും അണ്ണാമലയുടെ മുന്നിൽ കൃത്യമായ പ്ലാൻ ഉണ്ട്. കാരണം അദ്ദേഹം നല്ല വിദ്യാഭ്യാസവും വിവരവും കോമൺ സെൻസ് ഉള്ള ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് കൃത്യമായി ഹി വിൽ മൂവ്. എന്താണ് അദ്ദേഹത്തിൻ്റെ മൂവ് തീർച്ചയായിട്ടും ജനങ്ങളുടെ ഹൃദയത്തിലേക്കായിരിക്കും. അത് അദ്ദേഹം മനസ്സിലാക്കി കഴിഞ്ഞു. തമിഴ്നാട്ടിൽ എങ്ങനെയാണ് ചുവടുവയ്പ് നടത്തേണ്ടതെന്ന് അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു. വളരാൻ ഒരല്പം ക്ഷമയോടെ കാത്തിരിക്കണം. ഇനി അടുത്ത ഇലക്ഷൻ 5 വർഷമുണ്ട്, അങ്ങ് പറഞ്ഞതുപോലെ. അപ്പോൾ
അദ്ദേഹം കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ആണ് ഈ ഒരു പടിയിറക്കം നടത്തിയിരിക്കുന്നത്. അത് സൗഹൃദപരമായിട്ടാണ്, വഴക്കടിച്ചല്ല പുറത്തേക്ക് വരിക്കുന്നത്, സന്തോഷത്തോടെയാണ് അല്ലെങ്കിൽ സൗഹൃദത്തോടു കൂടിയാണ് പോകുന്നത്. പാർട്ടി അധ്യക്ഷനെ പോയി കണ്ട് അനുഗ്രഹം വാങ്ങിച്ച് എന്നിട്ട് പറയുകയാണ് ഇതാ രാജിക്കത്ത് എന്ന് പറയുമ്പോൾ അതിപ്പോ പുറത്തേക്ക് പോയി എന്ന് പറയാറായിട്ടില്ല കേട്ടോ. അതെ, അങ്ങനെ പറയാറായിട്ടില്ല. പറയാറായിട്ടില്ല. അതിലൊക്കെയുള്ള വഴിയിലാണ് അതെ. എന്ന് വേണം കരുതാൻ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചുവടുവയ്പ് അദ്ദേഹം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കരുതിക്കൂട്ടി തന്നെ ആയിരിക്കും. എതിർ പാർട്ടികൾക്കെല്ലാം ഒരു ശക്തമായ ചലഞ്ച് തന്നെ ആയിരിക്കും. ഇനിയിപ്പോൾ തമിഴ്, അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഈ തമിഴ് ജനതയ്ക്ക് ഇനി മറ്റ് കെട്ടുപാടുകളില്ലാത്ത അണ്ണാമലയെ സ്വീകരിക്കാൻ കുറെ കൂടി എളുപ്പമായിരിക്കും തോന്നുന്നു, അല്ലെ? ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തു. അതെ. BJPയുടെ തണലിൽ നിന്നുകൊണ്ട് അതെ. സ്വയം ഒരു ബ്രാൻഡായി മാറാൻ കഴിഞ്ഞു. അതിന് അണ്ണാമല ഒരുപക്ഷെ BJPയെ ഉപയോഗിച്ചു എന്ന് വേണമെങ്കിൽ കരുതാം. ഒരു ബ്രാൻഡായി കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ അണ്ണാമല ആര്, ഇപ്പൊ ഇത് കേൾക്കുന്ന എല്ലാവരും ആരാണ് ഈ അണ്ണാമലൈ എന്ന് ചോദിക്കില്ലല്ലോ. അതെ. അതൊരു ബ്രാൻഡല്ലേ, ഹൗസ് ഹോൾഡ് ബ്രാൻഡായിട്ട് മാറിയില്ലേ? കറക്റ്റ്. ആ ബ്രാൻഡിനെ ഇനി പൊസിഷൻ ചെയ്യണം, പൊളിറ്റിക്കലി പൊസിഷൻ ചെയ്യണം, ഐഡിയോളജിക്കലി പൊസിഷൻ ചെയ്യണം. അതിന് സാധിച്ചാൽ പുതിയ ഭരണപക്ഷം എന്തുകൊണ്ടൊരു പുതിയ പ്രതിപക്ഷമായിക്കൂടാ? അതെ. പഴയ ഭരണപക്ഷം പ്രതിപക്ഷമാകുന്നതിനേക്കാൾ പുതിയ ഭരണപക്ഷം തമിഴ്നാട്ടിലുണ്ടെങ്കിൽ എന്തുകൊണ്ടൊരു പുതിയ പുതിയ പ്രതിപക്ഷമായിക്കൂടാ? അതാണ് ചിന്ത. അതാണ് ചിന്ത. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്പേസ് അദ്ദേഹം കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില പൊളിറ്റിക്കൽ മൂവുകൾക്ക് തമിഴ്നാട്ടിൽ സാക്ഷ്യം വഹിക്കുവാൻ ഇടനിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ഇവിടെ നിൽക്കുന്നത് അണ്ണാമലയാണ്, മറുവശത്ത് വിജയുണ്ട്. തോറ്റെങ്കിലും എഴുതിത്തള്ളാൻ സാധിക്കാത്ത പൊളിറ്റിക്കൽ കരുത്താണ് സ്റ്റാലിനും DMKയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അണ്ണാ DMKയെ നമുക്ക് അത്രയങ്ങ് വലിയൊരു പ്രസ്ഥാനമാണ് ഇനിയും എന്ന് പറയാൻ സാധിക്കില്ല. കാരണം അവരെല്ലാം പിടിച്ചു നിന്നത് ജയലളിതയുടെ കരുത്തിലാണ് ഇത്രയും നാൾ. ഇപ്പോൾ എടപ്പാടി പളനിസ്വാമിയെ എത്ര പേർ അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. സോ ദർ ഇസ് എ ബിഗ് സ്പേസ്. ആ സ്പേസ് പ്രയോജനപ്പെടുത്താൻ അണ്ണാമലയ്ക്ക് മോഹൻ സാർ പറഞ്ഞതുപോലെയുള്ള കുറേയേറെ നീക്കങ്ങൾ നടത്തി കഴിഞ്ഞാൽ അണ്ണാമലയ്ക്ക് മുന്നിൽ വളരെ വലിയ ശോഭനമായ ഒരു രാഷ്ട്രീയ ഭാവിയാണ് കിടക്കുന്നത്. അണ്ണാമലയെ കൈവിട്ട് കളഞ്ഞ BJP എന്തായാലും കൈവിട്ട് കളയുകയാണ് എന്നുണ്ടെങ്കിൽ അത് വലിയ മണ്ടത്തരം തന്നെ ആയിരിക്കും എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം എടപ്പാടി പളനിസ്വാമി എവിടെ നിൽക്കുന്നു? പൊട്ടൻഷ്യലിൻ്റെ കാര്യത്തിൽ, ജനങ്ങളുടെ മനസ്സിലേക്ക് യാത്ര ചെയ്യാനുള്ള കഴിവിൻ്റെ കാര്യത്തിൽ അണ്ണാമലൈ എവിടെ നിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും ചിന്തിക്കേണ്ടതും. വളരെയധികം നന്ദി സാർ, ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചു. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.